കപ്പൽ മറിഞ്ഞതിന് ശേഷം മീൻ വാങ്ങാറേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ ദിവസമായിട്ട് ഏട്ടനോട് മീൻ വാങ്ങിയിട്ട് വരുമോ വരുമോ എന്ന് പറഞ്ഞ് സഹിക്കാൻ വയ്യാതെ ഏട്ടൻ ഇന്നലെ മീൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനതെടുത്ത് മീൻ കറി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലെടുത്ത ഒരു റെസിപ്പിയാണ്. റെസിപ്പി വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് പേരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ മീൻ കറി വെച്ചുകൊണ്ടിരുന്നത് മാറ്റി മാറ്റി കൊണ്ടുവന്ന് ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കുന്നത് കുറേ നാളായിട്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചെറിയുള്ളി, ഉലുവ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അതിനുശേഷം ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്, അരിഞ്ഞല്ല ഇടുന്നത്. അല്ലെങ്കിൽ അരയ്ക്കാറുമില്ല, ചതയ്ക്കുക ചെയ്യുന്നത്. കല്ല് വെച്ചിട്ട് നമ്മുടെ ഇടിയങ്കല്ലില്ലേ അത് വെച്ചിട്ട് ചതച്ചാണ് ചേർക്കാറ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇത്രയും സാധനങ്ങൾ സെറ്റാക്കിയതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ ആദ്യമേ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണേ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതൊന്ന് നല്ലതായിട്ട് ഒന്ന് അതിൻ്റെ ഒത്തിരി മൂക്കണ്ട, പക്ഷേ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത്, ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ, അങ്ങനെ വേണേൽ പറയാം, കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം എടുത്തിടുക. അതൊന്ന് നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാനിതൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മുടെ തക്കാളി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന്, തക്കാളി ഉടയണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മുടെ അരപ്പ് എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കുക. അരപ്പൊഴിച്ച് അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറണമേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അതിങ്ങനെ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇളക്കി വഴറ്റിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പം നമ്മുടെ കുടംപുളി ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം, ചൂടുവെള്ളം. അതെന്നിട്ട് ഈ മീൻ കറിയിലേക്ക് ഒഴിക്കുക. അപ്പം ഈ മീൻ കറി തിളച്ച് വരുമ്പോൾ തന്നെ മീനിട്ടിട്ട് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് കഴിയുമ്പം കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ മീൻ കറി സെറ്റാകും. ഒരു 10 മിനിറ്റ് വേണ്ടി വരത്തില്ല, ലോ ഫ്ലെയിമിൽ വയ്ക്കുമല്ലോ. 10 മിനിറ്റ് വെച്ചതിന് ശേഷം മീൻ കറിയെല്ലാം സെറ്റായി വന്നു കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടാൻ മറന്നു പോവല്ലേ, എല്ലാം സെറ്റാക്കി കഴിയുമ്പോൾ സ്റ്റൗ ഓഫാക്കുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി സെറ്റാവും. പിന്നെ ഞാൻ ഗീതുവിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ചോറ് കഴിക്കുന്നത്. ഒരു 2-2:30 ആകും. ആ ഒരു സമയത്താണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചോറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ചക്കക്കുരു മെഴുക്കുവരട്ടി, രാവിലെ ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ, അതുണ്ടായിരുന്നു സാമ്പാർ, അങ്ങനെ മീൻ കറി, ഇത്രയായിരുന്നു ഇന്ന്. അതുകൂട്ടി ഞാനും ഗീതും നല്ല സൂപ്പറായിട്ട് ചോറും കഴിച്ച് ഗീതു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു. പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ.